ഹലോ ഫ്രണ്ട്സ്, ഞാനിവിടെ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പമാണ്. എൻ്റെ റെസിപ്പിയൊന്നുമല്ല, യൂട്യൂബിൽ നിന്ന് കടമെടുത്ത റെസിപ്പിയാണ്. 1 കപ്പ് അരിപ്പൊടിയിൽ 1/2 കപ്പ് മൈദ, 1/2 കപ്പ് ഗോതമ്പ് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ റവ, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയാണ് ഞാൻ ചേർക്കുന്നത്. ഉപ്പ് ആവശ്യമാണെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് ആദ്യം ചെയ്യണമെന്നൊന്നുമില്ല, ഞാൻ ആദ്യം ചെയ്തു എന്നേ ഉള്ളൂ. ഇതിവിടെ അടുത്തൊരു പള്ളിയിൽ നിന്ന് കൊടിയേറ്റാണ്. അപ്പോൾ അവിടെ നേർച്ചയായിട്ട് കൊടുക്കാനുള്ള ഉണ്ണിയപ്പമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എല്ലാ വർഷവും ചെയ്യുന്ന കാര്യമാണ്, പക്ഷേ വർഷത്തിൽ ഒരിക്കൽ ഞാനിത് ഉണ്ടാക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിതിൽ വലിയ എക്സ്പേർട്ടൊന്നും അല്ല. എല്ലാ വർഷവും ഇതുപോലെ യൂട്യൂബൊക്കെ നോക്കിയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് നെയ്യിൽ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. ഇത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. തേങ്ങാക്കൊത്ത്, എള്ള്, ചിലവർ ഉണക്കമുന്തിരി, ഇതൊക്കെ ചേർക്കാറുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചേർക്കാം. ഞാൻ എള്ള് ചേർക്കാറുണ്ട്, പക്ഷേ ഇപ്രാവശ്യം എനിക്ക് എള്ള് കിട്ടിയില്ല. വാങ്ങാൻ രാവിലെ പോയപ്പോൾ എള്ള് കിട്ടിയില്ല. അതിനെ വറുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചെടുക്കാം. ഏലക്ക, കുറച്ച് പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു പഴമാണ് ചേർക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് പഴം വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ സാധാ പാളയംകുടം പഴമാണ് ചേർക്കുന്നത്. അത് ഒരെണ്ണം കൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. അതും മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ശർക്കര പാനി കാച്ചാനായിട്ട് ശർക്കരയും 1 കപ്പ് വെള്ളവുമായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ശർക്കര നന്നായിട്ട് മെൽറ്റായി വരണം. അത് പെട്ടെന്ന് മെൽറ്റായി കിട്ടിക്കോളും. ശർക്കര നന്നായി മെൽറ്റാക്കി അതിനെ അരിച്ച് മാറ്റി വയ്ക്കണം. ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പത്തിന് നമ്മൾ ഈ ചൂടോടെ തന്നെയാണ് ശർക്കര പാനി മാവിലേക്ക് ചേർക്കുന്നത്. പാനി കാച്ചി നമ്മൾ പാനി അരിച്ച് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് മാവിലേക്ക് നമ്മൾ ആദ്യത്തെ പഴത്തിൻ്റെയും ഏലക്കയുടെയൊക്കെ മിക്സ് ചേർക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ശർക്കര പാനിയോടെ ചേർക്കുക. പക്ഷേ ഞാൻ ശർക്കര പാനി ചേർക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി, കിട്ടിയില്ല. അത് റെക്കോർഡായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അത് എനിക്ക് ചേർക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് എല്ലാം നന്നായിട്ട് ശർക്കര പാനിയും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ച തേങ്ങാക്കൊത്തും കൂടി ഇതിലേക്ക് ചേർക്കുക. ഞാൻ ആ നെയ്യും കൂടെ അതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ലാസ്റ്റായിട്ട് ഒരു പിഞ്ച് സോഡാപ്പൊടി കൂടെ അതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് ഉണ്ണിയപ്പം ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉണ്ണിയപ്പം സാധാരണ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ, അത് ചൂടായോ എന്നറിയാൻ ഞാനൊരു ചെറിയ ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. ഇത് ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം ആയതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറിൽ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. മാവ് മിക്സ് ചെയ്യലും ഉണ്ണിയപ്പം ഉണ്ടാക്കലും എല്ലാം 1 മണിക്കൂറിൽ തന്നെ പെട്ടെന്നല്ല പണിയും കഴിഞ്ഞു. പക്ഷേ എൻ്റെ ഉണ്ണിയപ്പത്തിന് എല്ലാത്തിനും നല്ല ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പ് കിട്ടിയില്ല കേട്ടോ. അതെൻ്റെ പാത്രത്തിൻ്റെ പ്രശ്നമാണ്. ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം പെട്ടെന്ന് കടയിൽ പോയി വാങ്ങിച്ചതാണ്. ഞാനിത് വർഷത്തിൽ ഒരിക്കൽ ഉണ്ണിയപ്പം ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ ഇരുന്നത് കഴിഞ്ഞ പ്രാവശ്യം അത് ചീത്തയായതുകൊണ്ട് ഞാൻ വാങ്ങാൻ പോയപ്പോൾ എനിക്ക് അയണിൻ്റെ കിട്ടിയില്ല. അങ്ങനെ പെട്ടെന്ന് ആവശ്യമായതുകൊണ്ട് ഇത് വാങ്ങിച്ചിട്ട് വന്നതാണ്. പക്ഷേ അതൊന്നും മയപ്പെട്ട് കിട്ടിയില്ല. അന്ന് ചെയ്തിട്ട് വെച്ചതാണ്. അതിന് ശേഷം ഞാൻ ഇന്നാണ് എടുക്കുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അത് പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് അതിൻ്റെ ചെറിയ ഷേപ്പൊക്കെ വ്യത്യാസമുണ്ട്. എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമായിരുന്നു. നല്ല രുചിയുണ്ടായിരുന്നു ഉണ്ണിയപ്പത്തിന്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ.